യാത്ര പോകാൻ ഇറങ്ങി തിരിച്ചു. അയ്യോ, റോഡ് ഒട്ടും കാണുന്നില്ല, മൂടൽ മഞ്ഞുകൊണ്ട്. യാത്ര ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ശരി, അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? അമ്മക്കിളിയൊക്കെ ഒരു യാത്ര പോകാണ്. ആ യാത്ര എങ്ങോട്ടാണ്, എന്തൊക്കെയാണ് കാഴ്ചകൾ കണ്ടുപോകുന്നത് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ. അതിനുമുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ അമ്മക്കിളി യാത്രയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആഹാരം പോകുന്നിടത്തൊക്കെ നമുക്ക് ചിലപ്പോൾ അതെല്ലാം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പോകുമ്പോൾ കഴിക്കാൻ വല്ലതൊക്കെ വേണ്ടേ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ അമ്മക്കിളി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗ്രേവി ഉണ്ടാക്കി വെച്ചു, കുപ്പിയിലാക്കി. പുളിച്ചോറ് ഉണ്ടാക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചോറ് ഉണ്ടാക്കണം, അതായത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ടാക്കി നമുക്ക് ഇഡ്ലിക്ക്, ദോശയ്ക്ക്, ബ്രെഡിന് ഒക്കെ കഴിക്കാൻ പറ്റും. ഒരാഴ്ച 10 ദിവസം ഇരുന്നാലും കേടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര പോകുന്നത് അങ്ങനെ BC കഴിഞ്ഞ് അങ്ങനെ ആൽബർട്ടയ്ക്ക് പോവുകയാണ്. ബാൻഫ്, ജാസ്പർ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ചുറ്റി കാണുമ്പോൾ അപ്പം മൂടൽ മഞ്ഞ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നോക്ക്, റോഡ് പോലും കാണുന്നില്ല, അത്രയ്ക്ക് മൂടി കിടക്കുവാണ് റോഡെല്ലാം. മൂടൽ മഞ്ഞ് ഇങ്ങനെ മാറി മറിയുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പം മൂടൽ മഞ്ഞേ ഇല്ല. അങ്ങനെ ഒരു ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ നോക്കിയാലേ അറിയുന്നുണ്ട്. ഇതെല്ലാം യാത്ര ഇഷ്ടപ്പെടാത്തവരാരും കാണത്തില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം അമ്മക്കിളിയുടെ 3-4 വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയോ എല്ലാത്തിൻ്റെ ഭംഗി നിങ്ങളെല്ലാം കാണണം. ഞാൻ പോയ സ്ഥലത്തിൻ്റെ എല്ലാത്തിൻ്റെ ഇടാം, ഒന്നിച്ചിടാൻ പറ്റില്ല, കുറച്ചായിട്ട് ഇടാം. അപ്പം മൂടൽ മഞ്ഞാണ് മുഴുവനും കണ്ട്. ഇനി അടുത്തത് റെവൽ സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയാണ് കൂടുതലും ഇതിൽ കാണാനുള്ളത്. അത് ഞാൻ വിസ്തരിക്കുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകാമെന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഞങ്ങൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ 5 ദിവസമുള്ള 5-6 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഏകദേശമൊക്കെ ഒരുക്കിയിട്ട് പോവുകയാണ്. അപ്പം അതിനുള്ള സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം ഇനി ചെയ്യണം. മല്ലിയില അതൊക്കെ ഞങ്ങൾക്ക് ഇനി പറിക്കാറായില്ല മല്ലിയില, അതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ അടുത്ത വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി മസാലയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നിങ്ങളെ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞതാ അച്ചാറിടാൻ റെഡിയായിരിക്കുന്നു. നാരങ്ങ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുത്തത് സമ്മന്തി അരയ്ക്കാൻ, ഉള്ളി സമ്മന്തിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി വെളുപ്പിനെ പോകാനുള്ളത്. അങ്ങനെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്, റെഡി ആകുന്നുണ്ട്. തക്കാളി സമ്മന്തി ഇന്ന് പരുവാകുന്നതേ ഉള്ളൂ, എണ്ണ മേളിൽ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതുകൂടെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അടുത്ത സമ്മന്തി അരയ്ക്കണം. ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, ചോറ് എല്ലാത്തിൻ്റെ കൂടെ ഈ തക്കാളി സമ്മന്തി നമുക്ക് കൂട്ടാം. നല്ല ടേസ്റ്റ് കേട്ടോ, ചീത്തയാകത്തില്ല. നേരത്തെ ഞാൻ എൻ്റെ വഴി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇത്. അപ്പം ഇതുപോലെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി. ഞാൻ കുപ്പിയിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുക. ദാ ഇത് നിറച്ച് ആക്കി വെച്ചാൽ. അപ്പം അടുത്തത് പിന്നെ തക്കാളി സമ്മന്തി, അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കാണിക്കാം. എണ്ണയിൽ തന്നെ വേകണം കേട്ടോ. എവിടെ പോകുന്നു അവിടെ പായിട്ട് ഇട്ടിട്ടിരുന്ന് കഴിക്കുക. പിള്ളേരെല്ലാം കണ്ടോ പാത്രം പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക വെയിറ്റ് ചെയ്തിട്ട്. എല്ലാം ചോറ് അങ്ങോട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി പോകുന്നിടത്തൊക്കെ. അന്ന് കഴിക്കാൻ ഞങ്ങൾ ഇഡ്ഡലി സമ്മന്തി എല്ലാം കൊണ്ടുപോയി. അതൊന്നും വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അന്ന് ഉച്ചയ്ക്കാണെങ്കിൽ കോഴി ബിരിയാണി, ഒരു രക്ഷയില്ല കേട്ടോ. അതിനിടയ്ക്ക് കണ്ട കാഴ്ചയാണ് കരടി. കാനഡയിൽ കരടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പോകുന്ന പോക്കിൽ ഒരു 4-5 എണ്ണത്തിനെ കണ്ടു. അത് ബ്രൗൺ കളർ കണ്ടു. അതിനെ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മുടെ അവിടുത്തെ സൈഡിലൊന്നും അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഞങ്ങൾ ഒരു സൈഡ് ഓരമായിട്ട്, അത് പാർക്കിങ്ങിൻ്റെ ഏരിയ വന്നപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ എല്ലാവരും നിർത്തിയപ്പോൾ ഞങ്ങൾ സ്ലോ ചെയ്തു. അന്നേരമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ഇത് ബ്രൗൺ കളറാണ്. 2 ബ്ലാക്കും ഒരു ബ്രൗണും കണ്ടു. 5-6 മാൻ കണ്ടു. എന്തൊരു ഭംഗിയായിരുന്നു അറിയാമോ. പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ മക്കളെ കരടിയെ കണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കാണുക. വിശേഷം ഇങ്ങനെ കണ്ടു പോകുമ്പം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രകൃതി ഭംഗിയാണ് കൂടുതലും. അതായത് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ സ്നോ മൗണ്ടൻസ്, പിന്നെ ഫോൾസുകൾ. അയ്യോ, ഫോൾസ് എന്നാൽ ഒരു രക്ഷയുമില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ആ ഫോൾസ് എല്ലാം. അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഒരു എഫക്റ്റ് കാണത്തില്ല കേട്ടോ. ആർത്തരമ്പി പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതികളാണ്. ഇത് മുഴുവനും മൗണ്ടൻസ് ആണ് കേട്ടോ. അതായത് ഓരോ മൗണ്ടനും ഓരോ കളറ്, എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതിനുണ്ടായിരിക്കും. അതായത് ഫുള്ള് സ്നോയാണ്. സ്നോ ഇങ്ങനെ നിറഞ്ഞ് അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒഴുകി അതിങ്ങനെ നമുക്ക് വെള്ളം കാണാൻ പറ്റും. അതിങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ആസ്വദിക്കാതിരിക്കാൻ പറ്റും മക്കളെ? എല്ലാവരും കണ്ട് ആസ്വദിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഫാൾസ്, വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഗ്രീന്, ബ്ലൂ, അതെല്ലാം ഞാൻ ഇനി അടുത്തടുത്ത വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ. എത്ര കളർ ഡിഫറെൻ്റ് ആയിട്ടാണ് വെള്ളം കാണുന്നതെന്നുള്ളത് എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഫോൾസിൻ്റേതും വേറെ ഡാർക്ക് ബ്ലൂ, കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് നല്ല കളറായിരിക്കും. സ്കൈ ബ്ലൂ കളറ്, ഗ്രീന്, എല്ലാ കളറും ഉണ്ട് കേട്ടോ. പീക്കോ കളർ മൊത്തത്തിൽ പറഞ്ഞ. അപ്പം അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് നിങ്ങളെ കേട്ടോ. കണ്ട് പോകുക ഞങ്ങളിങ്ങനെ കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും കാണണം. ലാസ്റ്റ് തീരത്തില്ല, ഇതിൽ 5-6 വീഡിയോ ആയിട്ട് ഇട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണണം.
വരുന്ന വഴി ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടാണ് ഇങ്ങനെ വരുന്നത്. വൈകിട്ട് സ്റ്റേ വന്ന് 3 ദിവസം ഒരേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ താമസിച്ച്. അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ കാണാം. വൺ സെറ്റപ്പ് കേട്ടോ. ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഹോട്ടലിലേത് കിടിലനായിട്ടുണ്ട്. വലിയ റൂമാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് ചെറിയ റൂമായിരിക്കുന്നു. വലിയ റൂമാണ്. നല്ല 2 കോട്ട്, ഡബിൾ കോട്ട്, പിന്നെ സീറ്റിംഗ് 2 ചെയർ, ഒരു ടീപ്പോ, ഫ്രിഡ്ജ്, ഓവൻ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. അന്നേരം നിങ്ങൾ ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പം ബാൻഫിലോട്ട് പോകുന്ന വഴിയാണ് ഇതെല്ലാം. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം. ആരും മിസ് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടോ മക്കളെ.